പ്രാർത്ഥനയില് പ്രാർത്ഥിച്ചു. എൻ്റെ ഈ വലത്തെ കൈയുടെ മുട്ടിന് വേദനയായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. അന്ന് രാത്രിയില് എന്റെ കർത്താവ് സൗഖ്യമാക്കി. പ്രാർത്ഥന കേട്ടു. രാവിലെ എഴുന്നേറ്റപ്പോ എന്റെ കൈയുടെ വേദന പൂർണ്ണമായിട്ടും മാറി. ഓ നന്ദി കർത്താവ്, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞോ. ഞാൻ എന്റെ ചെവിക്കകത്ത് ഇങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ട് വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ പ്രാർത്ഥന ദിവസവും കേട്ടുകൊണ്ടിരുന്നു, കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം എനിക്കിപ്പം വിടുതൽ തന്നിപ്പം സൗഖ്യമായി. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇല്ല. നന്ദി കർത്താവ്, അങ്ങ് സൗഖ്യമായ കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. സന്ധ്യക്ക് ണ്ടിരുന്നപ്പോ എനിക്ക് എന്റെ തലയില് ഉച്ചിയുടെ സൈഡില് വേദന വന്നു. അപ്പൊ ഞാൻ യേശുവിന്റെ തിരുമുറകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിൽ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ കർത്താവ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോ പിന്നെ ആ വേദനയില്ല. ദൈവത്തിന്റെ മഹത്വം. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ജോഷുവ, ഇടുപ്പിനും ആണെങ്കിൽ നല്ല വേദന ഉണ്ടായിരുന്നു ഈ പ്രാർത്ഥിക്കുന്ന സമയത്തിന്. ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാകാറുണ്ടായിരുന്നു. ബ്രദർ പ്രാർത്ഥിച്ചപ്പം ഞാൻ 2 വശം 2 കൈകൾ കൊണ്ടും വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അന്നേരം പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് ഇപ്പൊ ആ വേദന ഇല്ല. ഒരു ഗ്യാസ് മേപ്പോട്ട് എടുത്തു വരുന്ന പോലെ അങ്ങ് മേപ്പോട്ടങ്ങ് മാറിയാണ്. രോഗശക്തി ഇറങ്ങിപ്പോയത് കേട്ടോ. ഇടുപ്പിൽ ഇപ്പൊ ഒട്ടും വേദനയില്ല. ഇല്ല. ഓ കർത്താവ്, എന്ന് സൗഖ്യമായ കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. കൊച്ചിയുടെ മേളില് വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ ആ വേദന അറിയുന്നില്ല. പക്ഷെ കാലിന്റെ മുട്ടിന്റെ അകത്തുള്ള ഭാഗത്ത് ചെറിയ വേദന വരും. അപ്പൊ ഞാനിങ്ങനെ ഈശോയുടെ തിരുമുറ സൗഖ്യം എന്ന് പറയുന്നു. അപ്പൊ അത് വിട്ടുപോകുന്നു. അങ്ങനെ ഇപ്പൊ വേദനയില്ല. ഇപ്പൊ വേദനയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പൊ അത് പറയുന്നു. നന്ദി കർത്താവ്, പൂർണ്ണമായി സൗഖ്യമായി. ബ്രദറെ 2 ദിവസം മുമ്പിൽ 3 ദിവസം വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം ഇങ്ങനെ നെഞ്ചിന്ന് ഭയങ്കര വേദനയായിരുന്നു. അടുത്ത നെഞ്ചില് വേദന മാത്രമല്ല, ശ്വാസം എടുക്കാൻ പാടായിരുന്നു. അപ്പൊ ഇന്നലെ സാക്ഷ്യം പറയേണ്ടതായി, ഇന്നലെ മ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ സൗഖ്യമായി ബ്രദറെ. കാണിക്കാനും പോയില്ല. കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ബ്രദറെ, എനിക്ക് നടുവിന് ഭയങ്കര വേദന, തേയ്മാനമായിട്ട് വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് നടുവിന്റെ വേദന പൂർണ്ണമായും കർത്താവിന്റെ കൃപയാൽ മാറി. മുട്ടിന്റെ വേദന ഉണ്ടായിരുന്നു. ഒത്തിരി കുറവുണ്ട് മുട്ടിന്റെ വേദനയ്ക്കും. കർത്താവിന്റെ കൃപയാൽ ദൈവത്തിന്. ബ്രദറെ, എന്റെ 2 കൈയുടെയും കൈ ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ മടങ്ങാൻ പറ്റത്തില്ലായിരുന്നു. മൊത്തമായിട്ട് ഇങ്ങനെ മടങ്ങത്തില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങളായി, കുറച്ച് നാളുകളായി, ഒരു 2-3-4 മാസമൊക്കെ ആയിട്ടുണ്ട്. ഒരു ദിവസം ഇങ്ങനെ ആയിപ്പോയതാണ്. പിന്നെ ഞാൻ നോക്കുമ്പോ എന്റെ വലത്തെ കൈയുടെയും ഇടത്തെ കൈയുടെയും ചൂണ്ടുവിരലിന്റെ അടിയിൽ ഒരു മുഴ പോലെ, ഒരു തടിപ്പ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യായിരുന്നു. അതുമ്പോ തൊടുമ്പോ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു എനിക്ക്. അന്ന് ഈ 2-3 ദിവസം മുമ്പ് ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോ ആ വേദന കുറേശ്ശെയായിട്ട് മാറി വന്നു. ഇപ്പൊ നോക്കുമ്പോ ആ തടിപ്പ് അവിടെ കാണാനില്ല. എനിക്കിപ്പോ കൈ നന്നായിട്ട് എനിക്ക് മടക്കാൻ പറ്റുന്നുണ്ട്. ഓ എന്റെ കർത്താവ്, വലിയൊരു അത്ഭുതമാണ് സഹോദരി പറഞ്ഞത്. അവിടെ മുഴയുണ്ടായിരുന്നു, വേദനയുണ്ട്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇപ്പൊ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴേക്കും അവിടെ വേദനയില്ല, മുഴയുമില്ല, പൂർണ്ണ സൗഖ്യമായിരിക്കുന്നു അല്ലേ? അതെ 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 അതെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും? ഒരു കാര്യം പറയട്ടെ ബ്രദർ. പിന്നെ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു സഹോദരി പറഞ്ഞതുപോലെ ദൈവദാസനോട് കൂടി സൂം മീറ്റിങ്ങിന് കയറിയതോടുകൂടി കിട്ടുന്ന സമയമെല്ലാം ഇങ്ങനെ അന്യഭാഷയില് പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും ഒക്കെ ദൈവം എനിക്ക് വലിയ ഒരു കൃപ തന്നു. അതെന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സന്തോഷവും സമാധാനവും തരുന്നു. എന്റെ ജീവിതത്തിൽ വലിയ ഭാരം പ്രയാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, പല വിഷയങ്ങളാണ്. പക്ഷേ ദേവദാസിന്റെ ഈ സൂം മീറ്റിങ്ങിലൂടെ
എല്ലാം വിടുതലുകൾ, സമാധാനത്തിന്റെ വിടുതലുകൾ തന്നിരിക്കുക. ഇപ്പൊ കിട്ടുന്ന സമയം എല്ലാം അന്വേഷണം എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുക ദൈവം. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ആമേൻ. ഗോഡ് ബ്ലെസ് യു. തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് തന്ന വലിയൊരു അവസരമാണ്, പ്രത്യേകിച്ച് അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിക്കുവാനും നമുക്ക് ഒരുമിച്ച് പ്ലാറ്റ്ഫോമായിട്ട് ഒരുക്കി വലിയൊരു കാര്യമാണ്. ഇനിയും പ്രാർത്ഥിക്കുവാനും ശക്തി കർത്താവ് തരും. ഗോഡ് ബ്ലെസ് യു. യേശുവിനെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? സാക്ഷ്യം പറഞ്ഞോ. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥയായിരുന്നു. അലർജിയുടെ പ്രയാസമെല്ലാം വളരെ കൂടി, ശ്വാസം മുട്ടും എല്ലാം മാറിയതാണ്. പിന്നെയും വന്നു. അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ച് ഇപ്പോൾ സുഖമുണ്ട് ബ്രദർ. ഇന്നലെ എനിക്ക് പറയാനായിട്ട് സാക്ഷി പറയാൻ പറ്റിയില്ല. പിന്നെ ദൈവത്തോട് തീർച്ചയായും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചവര് ശ്രദ്ധിച്ചോണം. യേശു പറഞ്ഞു, ഒരുവന്റെ മേൽ നിന്ന് ഭൂതം പുറത്തായാൽ അത് പിന്നെയും വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സൗഖ്യമായവര്, വേദന മാറിയവര്, കർത്താവ് ഇനിയൊരു രോഗത്തിനോ ഇനിയൊരു വേദനയ്ക്കോ എൻ്റെ മേൽ അവകാശമില്ല, ദിവ്യ ആരോഗ്യവും ദീർഘായുസുമാണ് എൻ്റെ അവകാശം. അതായത് പിശാചു വന്ന് നോക്കുമ്പോൾ ബൈബിൾ പറയുന്നു, അവൻ ഇട്ടേച്ചു പോയ ഭവനത്തെ വീണ്ടും അലങ്കരിച്ചതായിട്ട് കണ്ടു. അവൻ പോയിട്ട് പിന്നെയും ശക്തിയേറിയ അവന്റെ സംഘികൾ, അവന്റെ ആൾക്കാരെ വിളിച്ചുകൊണ്ടാൻ വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഈ ദിവസങ്ങളിൽ സൗഖ്യം ലഭിച്ചവര് ഇനി ഒരു സഖ്യവുമായി പിശാച് വരാൻ ഇടവരാതെ നിങ്ങൾ അതിന്റെ വാതിൽ അടയ്ക്കണം. ഗോഡ് ബ്ലെസ് യു. അടുത്തയാള്. ബ്രദറെ, ഒരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. ദൈവകൃപയാൽ എനിക്ക് ശനിയാഴ്ചത്തെ മീറ്റിങ്ങിൽ എനിക്ക് വന്ന് പങ്കെടുക്കുവാൻ പറ്റി. ഞാൻ വളരെ ഭാരത്തോടെയാണ് മീറ്റിങ്ങിൽ വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ദൈവം എൻ്റെ യാത്രയിൽ ഒരു തടസ്സവും ഒരു ബുദ്ധിമുട്ടും വരാതെ എൻ്റെ അത്രയും അനുഗ്രഹമാക്കി. എൻ്റെ ആ പ്രാർത്ഥനയിൽ കൂടാൻ പറ്റിയ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. ഞാൻ ഭയങ്കര ഭാരത്തോടെ വന്നു. പക്ഷെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്കൊരു ദൈവിക സമാധാനം എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. പല പ്രാർത്ഥനയിലും ബ്രദർ പറയാറുണ്ട് വചനം പറയണമെന്ന്. പക്ഷെ അത് ഞാൻ അത്രത്തോളം അത് മനസ്സിലാക്കിയിരുന്നില്ല. പ്രാർത്ഥന കൂടി വന്നതിന് ശേഷം ഞാൻ പോലും അറിയാതെ എൻ്റെ വായിലിങ്ങനെ വചനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ആ ശനിയാഴ്ച പ്രാർത്ഥന കൂടിയതിന് ശേഷം ഈ ദിവസം വരെ ഞാൻ എപ്പോഴും ഇങ്ങനെ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോഴായാലും എവിടെ പോയാലും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഫോണിൽ എന്തെങ്കിലും എടുത്ത് വീഡിയോ കാണുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷെ ഇപ്പം അതിനൊന്നും എനിക്ക് അധികം ഇല്ല. അങ്ങനെ ഞാൻ നോക്കുമ്പോഴും എൻ്റെ വായിൽ കൂടി ഇങ്ങനെ വചനം വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവ് ഒരു വിശ്വാസിയല്ല. പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിച്ച് മേടിക്കണമെന്ന്. പക്ഷെ വരുന്നതിന് മുന്നേ ബ്രദർ പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, വെള്ളമുണ്ടോ സിസ്റ്ററേന്ന് ചോദിച്ചു. ബ്രദർ പ്രാർത്ഥിച്ച് വെള്ളം തന്നു. ഹസ്ബൻഡിന് ഞാൻ ആ വെള്ളം കൊണ്ട് കൊടുത്തു. അത് കുടിച്ചതിന് ശേഷം പുള്ളി ആള് മാറിയ ഒരാളെ പോലെ എനിക്ക് നല്ലതുപോലെ എനിക്ക് പുള്ളിയുടെ സ്വഭാവത്തിൽ അത് മനസ്സിലാകുന്നുണ്ട്. ദൈവത്തിന്റെ ഒരു സാന്നിധ്യം എനിക്ക് നല്ലപോലെ എനിക്കത് മനസ്സിലാകുന്നു. പ്രാർത്ഥിച്ച ബ്രദറിനും കുടുംബത്തിനും ദൈവം ഒത്തിരി നന്മകളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. വളരെ റിസ്ക് എടുത്താണ് വന്നത്. ഭർത്താവ് വിശ്വാസിയല്ല. ഭർത്താവ് അദ്ദേഹം അറിയാതെയാണ് പ്രാർത്ഥനയ്ക്ക് വളരെ റിസ്ക് എടുത്ത് സിസ്റ്റർ വളരെ ദൂരം യാത്ര, ചെറിയ ദൂരമല്ല, വളരെ ദൂരം യാത്ര ചെയ്ത് വന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കൂട്ടായ്മ വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തിന് ഒരു സ്പെഷ്യൽ അപ്പോയിൻമെന്റുകളുണ്ട്. അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ശക്തി അവിടെ വ്യാപരിക്കും. ആ ഒരു പകർച്ചയാണ് സിസ്റ്ററുടെ മേൽ സംഭവിച്ചത്. ഓരോ അത് പ്രയർ സ്റ്റേഷൻ ആയിക്കോട്ടെ, അല്ലാത്ത കൂട്ടായ്മ ആയിക്കോട്ടെ, ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം പരിശുദ്ധാത്മ അവിടെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ആ അന്തരീക്ഷത്തിൻ്റെ അകത്തോട്ടാണ് നിങ്ങൾ വന്ന് കയറുന്നത്. അവിടെ ഹെവലി പ്രൊട്ടക്ഷൻ ഉണ്ടാവും, ഹെവലി റലങ്ങൾ ദൈവം ഓപ്പൺ ചെയ്യും. സിസ്റ്റർ വന്ന് പറഞ്ഞു വലിയ നിരാശയോടെയും സങ്കടത്തോടെയാണ് സിസ്റ്റർ വന്നത്. കർത്താവ് അവിടെ പറഞ്ഞതുപോലെ തന്നെ സന്തോഷത്തോടെ ദൈവം നിറയ്ക്കാനിടയായി തീർന്നു. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വരും ദിവസങ്ങളിൽ UK മീറ്റിങ്ങുകൾ പരിശുദ്ധാത്മ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അത് മാത്രമല്ല, ഈ ദിവസങ്ങളിൽ ഒരു കാര്യം ഞാൻ പറയുവാണ്. നമുക്ക് ഈ ദൈവം അനുവദിച്ചാൽ ഈ ശനിയാഴ്ച നമ്മൾ അന്യഭാഷ പ്രാർത്ഥന വെക്കുന്നുണ്ട്. ഇന്ത്യൻ ടൈം ഒരു 3 മണിക്കോ 4 മണിക്കോ ആയിരിക്കാം. ആ സമയം പോലെ നമ്മൾ ടങ്സ് പ്രയറിലാണ്. അപ്പോൾ അതൊരു സ്പെഷ്യൽ മീറ്റിംഗ് വെക്കുവാണ്. ഒരു സ്ഥലത്ത് നമ്മൾ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. UK അന്യഭാഷ പ്രാർത്ഥന മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുക. അത് ചേരാൻ പറ്റുന്നവരെല്ലാം ശനിയാഴ്ച അതിൽ ചേരുക. വലിയ പ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ?
പറഞ്ഞു. ഒരു പ്രാർത്ഥന ഇതിന് സാക്ഷ്യം കൂടെ പറയാനുണ്ട്. ഈ പ്രാർത്ഥിച്ചാൽ ഈ ബ്രദറ് വചനം പറയുന്നതിനിടയ്ക്ക് ഈ വിശ്വാസത്തോട് പറഞ്ഞാൽ അത് സാധിക്കുമെന്ന് പറഞ്ഞു തന്നിട്ട് അത് കേട്ടോണ്ട് ഞാൻ ഇപ്പോഴും ഉറങ്ങാറുണ്ട്. ഈ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് പെട്ടെന്ന് ഉറങ്ങി അത് കേൾക്കാതെ വരുവാ. അങ്ങനെ ഞാനടുത്ത് കുളിച്ചത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ ഓർമ്മ. ഇന്ന് ഞാൻ തന്നെ പറഞ്ഞു, പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ എന്ന് പറഞ്ഞ ഉടനെ ആ ഉറക്കം അങ്ങ് പെട്ടെന്ന് മാറിയിട്ട് ഒരു സജീവീയ ശക്തി എന്റെ മേലോട്ട് കയറി. ഇപ്പൊ ഇത്രയും നേരമായിട്ട് ഉറക്കം വന്നില്ല. നന്ദി കർത്താവേ. ശരീരത്തിന്റെ അകത്ത് കൊടുത്ത വിടുതലിന് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു പറഞ്ഞു സഹോദരി. എന്റെ മോളുടെ കുഞ്ഞിന് അവര് UK-ലാണ്, വാട്ട്ഫോർഡില്. അവന് ഗ്രാമർ സ്കൂളിൽ, അവിടുത്തെ നല്ല സ്കൂളില് എക്സാം എഴുതിയായിരുന്നു. അപ്പം ഇൻസ്ട്രുമെന്റ്സ് ഒന്നും കുഞ്ഞ് ചേർന്നില്ലായിരുന്നു. മാർക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം 5 മാസമായി കുഞ്ഞിന് അവിടെ അഡ്മിഷൻ ലഭിച്ചില്ല എന്ന് ആദ്യമേ അറിഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോ എല്ലാം എന്റെ കുഞ്ഞും വേറൊരു കുഞ്ഞും കൂടെ ഒരു വലിയ കെട്ടിടത്തിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു. മിനിഞ്ഞാന്ന് അവന് അവിടെ അഡ്മിഷൻ ലഭിച്ചു എന്ന് പറഞ്ഞ് അവര് വിളിച്ചു പറഞ്ഞു. ബ്രദറെ, അതൊരു വലിയ അനുഗ്രഹം, ദൈവം തന്ന ഒരു കൃപ. പിന്നെ തീർച്ചയായിട്ടും കർത്താവ് തുറന്ന വഴിക്ക് നന്ദി പറയുന്നു. ഇനിയും നമ്മുടെ തലമുറകൾ എല്ലാവരെയും വേണ്ടി അനുഗ്രഹം, ഏറ്റവും ബെസ്റ്റ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരു ഇന്നും കൂടെ ഉണ്ട് ബ്രദറെ. അതുപോലെ എനിക്ക് ബാങ്കിൽ, എന്റെ നേരത്തെ സ്റ്റേറ്റ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. എന്റെ രണ്ടാമത്തെ മോൾക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടി, ജോയിന്റ് അക്കൗണ്ട് ആയിരുന്നു. അപ്പൊ അത് ഞാൻ എന്റെ പേരിലേക്ക് ആക്കാൻ വേണ്ടി ഗ്യാസിന്റെ ഇതിനു വേണ്ടി മാറ്റാൻ വേണ്ടി ചെന്ന് ചോദിച്ചു. അപ്പം കുറെ പേപ്പറുകളെല്ലാം കൊടുക്കാൻ പറഞ്ഞു, കൊടുത്ത് എന്റെ പേരിലേക്ക് ആക്കി. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അതിനകത്ത് എന്തെങ്കിലും ബാലൻസ് ഉണ്ടോന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ പേരിലേക്ക് ഞാൻ ATM ആക്കി. ഞാൻ എന്റെ ATM ആക്റ്റീവ് ആണോന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പോയി ഇട്ട് നോക്കിയപ്പോ അതിനകത്ത് 6000 രൂപയുണ്ട് ബ്രദറെ. അവരതിനകത്ത് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് ദൈവം തന്നെ ഒരു മിറാക്കിൾ മണിയായിട്ട്. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ ഒത്തിരി ആൾക്കാർക്ക്, നിങ്ങൾ സഹോദരങ്ങളെ, കടഭാരത്തിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്നവരെ ഈ ദിവസം നിങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ചോണം. അസാധാരണമായി മിറക്കിൾ മണി പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഇടയ്ക്ക് ATM-ലൊക്കെ പോയി ഇട്ട് നോക്കണം, പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും ചെയ്യണം, കൽപ്പിച്ചോണം. മിറക്കിൾ മണികൾ കർത്താവ് തുറക്കും കേട്ടോ. ചുമ്മാ ഞാൻ ഇട്ട് നോക്കി, ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് അല്ലാതെ നോക്കാൻ അറിയത്തില്ലാണ്ട് ഞാൻ ചുമ്മാ അടിച്ചു നോക്കി. ഒരു 500 അടിച്ചു, 500 വന്നു. വീണ്ടും അത് കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത് എന്റെ മരുമകനാണ് ഞങ്ങൾക്ക് പൈസ ഇട്ട് തരുന്നത്. അപ്പം അവന് ഇട്ടതായിരിക്കും എന്ന് ഓർത്ത് അവനോട് ചോദിച്ചപ്പോ അവന് ഇട്ടതല്ല. വീണ്ടും എന്നോട് പറഞ്ഞു ATM കയറി നോക്കാൻ പറഞ്ഞു. നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും പൈസ അതിനകത്തുണ്ട്. ബ്രദറെ, എന്തൊരു അത്ഭുതമാണ് ദൈവം ചെയ്തതെന്ന് എനിക്കത് വർണ്ണിക്കാൻ പറ്റുന്നില്ല ബ്രദറെ. തീർച്ചയായിട്ടും അത് നമ്മൾ മിറക്കിൾ മണി നമ്മൾ കേൾക്കുന്ന എല്ലാ ദിവസവും. അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും, വചനങ്ങളും, പ്രവചനങ്ങളും നിങ്ങളുടെ അകത്ത് കർത്താവിന്റെ നാമത്തിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ അതിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യണം കേട്ടോ. ഇതുപോലെ പോയി നോക്കണം നിങ്ങൾ. അവിടെ കർത്താവ് ഇനിയും അത്ഭുതങ്ങളാൽ ഇറങ്ങി. ഗോഡ് ബ്ലെസ് യു. ബ്രദറെ, എന്റെ മോനെ നടുവിന് വേദനയായിട്ട് ഭാരപ്പെടുവാണ്. എനിക്ക് കൈവച്ച് പ്രാർത്ഥിക്കാം. മോൻ എന്റെ അടുത്തില്ല, ഒരു വാക്ക് പ്രാർത്ഥിക്കാവോ? കർത്താവ്, ഞങ്ങൾ മോന് വേണ്ടി ബ്ലസ്. ഞങ്ങൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞതുകൊണ്ട് കർത്താവ് നന്ദി പറയുന്നത്. അപ്പം മോന്റെ നടുവിന്റെ മേൽ യേശു അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. അപ്പം അങ്ങ് വില കൊടുത്തതാണപ്പാ. അങ്ങ് മകന്റെ നടു സൗഖ്യമാകാൻ വില കൊടുത്തതായതുകൊണ്ട് അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. രാവിലെ എടുത്തു വയ്ക്കാം. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യമുള്ളവര്? കേൾക്കുന്നില്ല. മോഹൻ എന്ന് പറയുന്ന വ്യക്തി, അത് 2 തലമുറയുണ്ട്. അത് എന്റെ ചേച്ചിയുടെ ചേട്ടനാണ് മോഹന്. ഞാൻ മോഹനുണ്ട്. പക്ഷെ 34 വയസ്സായതുപോലെ ചേട്ടൻ കല്യാണം ഏറ്റെടുത്തു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞോട്ടെ. ഇന്നലെ വെളുപ്പിനെ 3 മണിയായപ്പോഴത്തേക്കിന് ഞാൻ നല്ല ഉറക്കമായിരുന്നു. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് സമയം നോക്കാൻ ഞാൻ ഏറ്റു കഴിഞ്ഞാണ് ലീന സിസ്റ്ററെ വിളിക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്നെ എന്തോ ഒരു ഇതുപോലെ വന്ന് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഞാൻ ഫോണ് ഓണാക്കി സമയം നോക്കുന്ന സമയത്ത് ബ്രദറിന്റെ അന്യഭാഷ പ്രാർത്ഥനയുടെ തുടക്കമാണ് ഞാൻ കേൾക്കുന്നത്. പിന്നെ ഞാൻ
ഫോൺ ഒന്നും ചെയ്തല്ല, അതേപടി ഇരുന്ന് അങ്ങ് അത് തീരുവോളം കേക്ക്. ലീന സിസ്റ്റർ എനിക്ക് വിളിക്കാനും പറ്റിയില്ല, വാട്സപ്പ് എടുക്കുകയോ സൂമിൽ കയറുകയോ ഒന്നും ചെയ്തില്ല. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടേ. ഞാൻ നല്ല ഉറക്കത്തിന്റെ സമയത്തായിരുന്നു എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടത്. ഇന്നലെ ഒരു സിസ്റ്റർ അങ്ങനെ സാക്ഷ്യം പറഞ്ഞു കേട്ട് ഇന്നലെ എനിക്ക് പറയാൻ പറ്റിയില്ല. അതുപോലെ ഇന്ന് എനിക്കൊരു മെഡിക്കൽ സ്റ്റോറിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ജനൌഷധി അത് കിടങ്ങൂരുണ്ട്, പക്ഷെ അത് 2 ദിവസമായിട്ടില്ല. ഒരമ്മയ്ക്ക് എന്റെ ഗുളിക മേടിക്കാൻ തന്നു വിട്ടാണ് പൈസയും ബുക്കും കൂടെ. അപ്പം ഞാൻ തിരിച്ച് ചെറുപ്പെങ്കിലും എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഇറങ്ങുമ്പോഴത്തേക്കിനും ഞാൻ 1/2 മണിക്കൂർ പോകും. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരും. 15 മിനിറ്റെങ്കിലും വേണം അങ്ങോട്ട് പോകണമെങ്കിൽ, ജനൌഷധി പോകണമെങ്കിൽ. തിരിച്ചു വരുമ്പോൾ അതുപോലെ. അപ്പോൾ ഒരു ബേക്കറിയുടെ വാതിക്കലാണ് ബസ് നിർത്തുന്നത്. അപ്പൊ ഞാൻ അവിടെ വന്ന് സ്റ്റോപ്പിലോട്ട് ഇറങ്ങുകയും എൻ്റെ വീടിന്റെ കരോട്ടുള്ള ഒരു മോൻ അവിടെ ബേക്കറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന എന്നെ കണ്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ എന്നെ പോലെ ഒരു ഇതുണ്ട്, എനിക്ക് അവിടെ വരെ നടന്നു പോകാൻ പറ്റില്ല, ഒന്ന് മേടിച്ചു തരാമെന്ന് ചോദിച്ചു. അത് പെട്ടെന്ന് തന്നെ എൻ്റെ കൂടെ ബുക്ക് മേടിച്ച് പോയി മേടിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന വചനം എന്താന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കും, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴി ഒരുക്കും. ആ വചനം എനിക്ക് ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ തോന്നിയതേ. അപ്പൊ ഞാൻ ഓർത്ത്, ദൈവം എനിക്ക് വേണ്ടി എത്രത്തോളം കരുതുന്നല്ലേ. എനിക്ക് 1/2 മണിക്കൂർ പോകും അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനെല്ലാം ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഓരോ ആവശ്യങ്ങളുടെ പേരും ദൈവം എന്നെ സഹായിക്കുന്നുണ്ട് ബ്രദറെ. ഞാൻ ഏറ്റവും അനുഗ്രഹം ബ്രദറിന്റെ കൂട്ടായ്മയാണ് എനിക്ക് ഏറ്റവും ബലം. പല തകർന്നു പോണ അവസ്ഥയിലൊക്കെ എനിക്ക് ബ്രദറിന്റെ വചനമാണ് എന്നെ നിലനിർത്തുന്നത്. തീർച്ചയായിട്ടും കർത്താവ് തന്റെ വചനം അയച്ച് നമ്മളെ വിടിവിക്കുന്നതിന്റെ തെളിവാണ് ആ വചനത്തിലൂടെ പരിശുദ്ധാത്മ ഇടപെടുന്നത്. ഇനിയും ശക്തമായിട്ട് കർത്താവ് നടത്തും. വലിയ സാക്ഷ്യമായിട്ട് തമ്പുരാൻ മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. നന്ദി ബ്രദർ, നന്ദി, സ്തോത്രം. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ ജൂലൈ മാസം നമുക്ക് പത്തനംതിട്ടയിൽ, ഇപ്പൊ എനിക്ക് വന്ന മഴക്കാലമൊക്കെ ഒതുങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്, പത്തനംതിട്ടയിൽ നമ്മൾ ഒരു പ്രയർ സ്റ്റേഷൻ പ്രയർ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. ആലപ്പുഴയിലൊക്കെ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ പത്തനംതിട്ടക്കാർ, എനിക്കറിയാം, സൗകര്യങ്ങൾ ഹോള് അന്വേഷിച്ചിട്ടുണ്ട്. എല്ലാം എനിക്ക് വന്ന ഏകദേശം റെഡിയാണ്. പത്തനംതിട്ട, തിരുവല്ല ഭാഗങ്ങളിലുള്ളവരെ, നിങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവോട് സംസാരിക്കും. ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരുമിച്ച് പട്ടണങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എരിവുള്ളവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, ദൈവസന്നിധിയിൽ നമ്മൾ വില കൊടുത്താൽ ദൈവം നമ്മളെ മാനിച്ചിരിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് പറഞ്ഞു. പട്ടണങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്നാൽ തലമുറകളെ ദൈവം രാജ്യങ്ങളിലും പട്ടണങ്ങളിലും സാക്ഷ്യമാക്കി കുടുംബത്തെ മാറ്റിയിരിക്കും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. ലൈവിൽ കണ്ടവരെല്ലാം ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം കാണുന്നവരെ